സങ്കീർത്തനങ്ങൾ 73-1 വാക്യം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവം നല്ലവനെന്ന നിശ്ചയമുള്ളവർ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടുംബങ്ങളെ ദൈവം അടുത്തിരിക്കുന്നതും ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളവരാണ്. ആർക്കാണ് ദൈവത്തോട് അടുത്തിരിക്കുവാൻ കഴിയുന്നത്? നിർമ്മല ഹൃദയവും നിർമ്മല മനസ്സാക്ഷ്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തോട് എന്നും അടുത്തിരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ദൈവം അവർക്ക് നല്ലവനും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും വളരെ വളരെ നല്ലതാണ്. നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് ദൈവം നല്ലവനെന്നുള്ള നിരവധി സാക്ഷ്യങ്ങൾ എപ്പോഴും പങ്കുവയ്ക്കുവാനുണ്ടാകും. അവർക്കുള്ള ഭാഗ്യപദവിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നു. 24-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ വാക്യം നമുക്ക് വ്യക്തമായി വായിച്ച് ധ്യാനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. നിർമ്മല ഹൃദയമുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു നാളും ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. അവർ ഭയപ്പെട്ടു പോകുകയില്ല എന്നുള്ളതാണ് പരമസത്യം. കാരണം അവർക്കൊന്നറിയാം, ദൈവം നല്ലവൻ, അവൻ്റെ ഉദ്ദേശവും നല്ലത്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശങ്ങളൊന്നും ദോഷത്തിനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ തിന്മയിലേക്കല്ല നീങ്ങുന്നത്, നന്മയിലേക്കാണ്. ഇതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏത് ശോധനാവേളയും കഷ്ടനഷ്ട സന്ദർഭങ്ങളും അവരെ തകർത്ത് കളയുവാനായിട്ടല്ല, മറിച്ച് അതിനു പുറകിൽ അവരെക്കുറിച്ചുള്ള വിവിധ ദൈവോദ്ദേശം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അത് എന്നെ നന്മയിലേക്ക് നടത്തുകയാണ്. ദൈവത്തിൻ്റെ മക്കൾ ആത്യന്തികമായി നന്മയിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ കാണാൻ കഴിയും. പ്രിയരെ, ആർക്കാണ് സകലവും നന്മയായി കൂടി വ്യാപരിക്കുന്നത് എന്ന് നാം വ്യക്തമായി തിരിച്ചറിയണം. നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ, അവർക്കാണ്, നിർമ്മല ഹൃദയമുള്ളവർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. പ്രിയരെ, വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർ ദൈവകൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അവർ ശുശ്രൂഷയ്ക്ക് യോഗ്യരും നിയമിതരുമായവരാണ്. അവർ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവർ എന്നും എപ്പോഴും നിർമ്മല ഹൃദയത്തിന് ഉടമകളുമായിരിക്കണമെന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. ഇത് ദൈവം അനുവദിക്കുന്നുവെങ്കിലും ദൈവം നല്ലവൻ തന്നെയാണ് എന്നവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ദൈവമക്കൾക്ക് ദൈവം മുഴുവനും നന്മയാണ്. നാം അത് ഉറച്ച് വിശ്വസിച്ചെങ്കിലേ മതിയാകും. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. നോക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. തന്നെ കാത്തിരിക്കുന്നവർക്കും, ദൈവം പറയുകയാണ്, എന്നെ കാത്തിരിക്കുന്നവർക്കും എന്നെ അന്വേഷിക്കുന്നവനും ഞാൻ നല്ലവനാണ് എന്ന് വ്യക്തമാക്കുന്നു. പ്രിയരെ, ദൈവം തൻ്റെ മക്കളുടെ ആന്തരികമായ വിശുദ്ധി അന്വേഷിക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയണം. ആന്തരിക വിശുദ്ധി സൂക്ഷിക്കുന്നവർക്ക് ദൈവം മുഴുവനും നല്ലവൻ തന്നെ. ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവമുഖം കാണുന്നത്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം സാധിച്ചെടുക്കുന്നു. അതിനുവേണ്ടിയുള്ള ആരംഭം ദൈവം അവരെ വിളിക്കുന്നതിന് മുൻപേ അവരുടെ മേൽ ഇട്ടതാണ്. ആരംഭമിട്ടവൻ അത് പൂർത്തീകരിക്കുന്നവനായതുകൊണ്ട് പൂർത്തീകരണത്തിൻ്റെ പാതയിലെ ഏത് പ്രതിസന്ധികളും ഏത് വല്ലായ്മകളും ദൈവകരത്തിൻ്റെ അബദ്ധമോ പാകപ്പിഴയോ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുകയും
സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ് എന്ന് വിശ്വസിച്ചും കൊണ്ട് ദൈവിക നടത്തിപ്പിനായി സ്തോത്രം പറയുകയാണ് നാം ചെയ്യേണ്ടത്. ആരംഭമിട്ടവൻ പൂർത്തീകരിക്കുന്നത് വരെ നമ്മെ പണിതുകൊണ്ടേയിരിക്കും. അവൻ്റെ ലക്ഷ്യം പൂർണ്ണതയും തനിക്ക് വേണ്ടിയുള്ള ഉപയോഗവുമാണ്. ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ, ദൈവത്തിന് ഓരോ നിമിഷവും മഹത്വം അർപ്പിക്കുന്നവരായും ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതവും അങ്ങനെയായിരിക്കണം. നാം ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ഓരോ നിമിഷവും മഹത്വം അർപ്പിച്ചുകൊണ്ടും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും ഭൗതിക നന്മ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടല്ല ദൈവം നമുക്ക് നല്ലവനായിരിക്കുന്നത് എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ, ഉറക്കെ മറ്റുള്ളവരുടെ മുമ്പാകെ അത് സാക്ഷിക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ, നന്മയായാലും തിന്മയായാലും നമുക്ക് ദൈവം നല്ലവൻ തന്നെ. തിന്മയെന്ന് നമുക്ക് തോന്നുന്നതും നാളെ ദൈവദൃഷ്ടിയിൽ നമുക്ക് നന്മയായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അത് നാളെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് നാം അത് വിശ്വസിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, വിളിച്ചവനിലുള്ള വിശ്വാസത്താൽ ഇന്നേ പറയാൻ കഴിയണം, ഇപ്പോഴേ അത് പ്രഖ്യാപിക്കാൻ കഴിയണം, ദൈവം എനിക്ക് നല്ലവനാകുന്നു നിശ്ചയം. കുടപ്പുറപ്പുകളെ, ദൈവം നമ്മുടെ നിർമ്മല ഹൃദയമാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കട്ടെ. ആന്തരിക വിശുദ്ധിക്ക് ജീവിതത്തിൽ ഏറിയ പ്രാധാന്യം നാം കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും നാം ശുദ്ധീകരണം കൈവരിക്കുവാൻ താല്പര്യപ്പെടുക. നിർമ്മല ഹൃദയത്തിന് ഉടമകളായ ദൈവമക്കൾ അവർ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള ദൈവികോദ്ദേശം നല്ലതും വിലയേറിയതുമാണ്. അത് മനസ്സിലാക്കിയുള്ള ഒരു ആത്മീയ ജീവിതത്തിന് ഉടമകളായി നാം ജീവിക്കുകയും നമ്മുടെ ഓരോ നിമിഷത്തെ ജീവിതം ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ജീവിതവുമാക്കി തീർക്കുക എന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നാം സാധിപ്പിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് വിജയികളായി ക്രിസ്തുവേശുവിൽ കൂടി നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് ഇന്ന് പകലത്തെ ജീവിതവും നമുക്ക് സന്തോഷകരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പകൽ നാം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ഇടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പതിവായി ഇന്ന് പ്രഭാതത്തിലും കേട്ട് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് എന്ന് ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കൂടി ഞങ്ങൾ അനുഭവിച്ചറിയാനും സാക്ഷ്യമുയർത്തുവാനും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. അതെ കർത്താവേ, ഞങ്ങളുടെ ദൈവം നല്ലവൻ തന്നെ. ആ നിശ്ചയമുള്ളവരായി തന്നെ അധൈര്യമില്ലാതെ സംശയാലുക്കളായി തീരാൻ ഇടയാകാതെ അവിശ്വസ്തരാകുവാൻ ഇടയാകാതെ പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ ഇന്ന് പകലിലും തിരുവചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറിയ കൃപ ഉയരത്തിൽ നിന്ന് പകർന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ വിടുതൽ, ഇന്നിൻ്റെ വിടുതൽ അനുഭവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപ പകർന്നാട്ട് മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യാം. മാറാനാഥ.